ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന ഓഡിയോ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ AI സാധ്യത പ്രയോജനപ്പെടുത്തിയായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ന്യായീകരണം. എന്നാൽ നിർമ്മിച്ചെടുത്തതല്ലെന്നും ഒന്നല്ല രണ്ട് യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കും മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഗർഭഛിദ്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകൾ അടക്കം ഇന്റലിജൻസ് ശേഖരിച്ചു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ ഉയരുമെന്ന് മനസ്സിലാക്കിയാണ് കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയത്. എടുത്ത നടപടിയുടെ തിളക്കം പോലും കളയുന്നതായിരുന്നു ന്യായീകരണ നേതാക്കന്മാരുടെ വെളുപ്പിക്കൽ. ഇതിനെതിരെ കോൺഗ്രസിൽ ശക്തമായ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുന്നു. രാഹുലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി ചേരി. രാഹുലിന് വേണ്ടി സതീശനോട് തെറ്റി എതിർചേരിയിലാണ് ഷാഫി പറമ്പിൽ. രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ചും നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനും രമേശ് ചെന്നിത്തല ശ്രമം നടത്തുമ്പോൾ KC വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ രാഹുലിനെ ചൊല്ലി തല്ലിപ്പിരിയുമോ കോൺഗ്രസ്? നേതാക്കളെ നയിക്കുന്നത് ധാർമ്മികതയോ സ്വന്തം താൽപര്യങ്ങളോ?